നമസ്കാരം. നമ്മളെല്ലാവരും തന്നെ പച്ചക്കറികളൊക്കെ കഴിക്കാറുണ്ട് അല്ലേ? പല വെറൈറ്റി പച്ചക്കറികൾ കഴിക്കാറുണ്ട്. എല്ലാ ദിവസവും തന്നെ നമ്മൾ ഏതെങ്കിലും രീതിയിൽ പച്ചക്കറികൾ നമ്മൾ സലാഡായിട്ടും കറികളായിട്ടും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ നമുക്ക് മിക്ക ആളുകൾക്കും കഴിക്കാൻ ഇഷ്ടമില്ലാത്ത എന്നാൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു പച്ചക്കറിയാണ് നമ്മുടെ പാവയ്ക്ക എന്ന് പറയുന്നത്. പാവയ്ക്കയിൽ ഒരുപാട് വിറ്റാമിനുകളൊക്കെ അടങ്ങിയിട്ടുണ്ട്. വിറ്റാമിൻ എ, സി, സിങ്ക്, ഫോസ്ഫറസ്, നാരുകൾ, അയൺ, കാൽസ്യം, ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് വേണ്ട ഒരു സൂപ്പർ ഫുഡായിട്ട് കണക്കാക്കാവുന്ന ഒന്നാണ് നമ്മുടെ ഈ പാവയ്ക്ക എന്ന് പറയുന്നത്. നമ്മുടെ ഈ കയ്പ്പയ്ക്ക അല്ലെങ്കിൽ പാവയ്ക്കയിൽ അടങ്ങിയിരിക്കുന്ന ഈ കയ്പ്പ് രസമാണ് നമ്മൾ കുട്ടികൾ അല്ലെങ്കിൽ വലിയവർക്കാണെങ്കിൽ ഇത് കഴിക്കാൻ മടി കാണിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ അത് വെച്ച് തോരൻ വെച്ച് കഴിക്കാം. അതേപോലെ തന്നെ നമ്മൾ പാവയ്ക്ക കഴുകി തൈരിലിട്ട് ഉണക്കിയെടുക്കും. അതേപോലെ തോരൻ വയ്ക്കും, കറി വയ്ക്കും, നമ്മൾ വറുത്തരച്ച് തീയലൊക്കെ ഉണ്ടാക്കും. അങ്ങനെ ഒരുപാട് രീതിയിൽ നമുക്ക് പാവയ്ക്ക കൊണ്ട് കറികൾ ഉണ്ടാക്കാം. അതേപോലെ കയ്പ്പയ്ക്ക ജ്യൂസ് കുടിക്കുന്നവരുണ്ട്. പക്ഷേ ഇതിൻ്റെ ആ ഒരു കയ്പ്പ് രസം കൊണ്ട് കുട്ടികൾക്കാണെങ്കിൽ ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ വേണ്ട രീതിയിൽ നമ്മുടെ കുട്ടികളുടെ ശരീരത്തിൽ അല്ലെ വലിയവരുടെ ശരീരത്തിൽ എത്തുന്നില്ല. അപ്പോൾ അതിൻ്റെ കയ്പ്പ് രസം കുറഞ്ഞു കഴിഞ്ഞാൽ മിക്കവർക്കും തന്നെ കഴിക്കാൻ ഇഷ്ടമാണ്. പാവയ്ക്കയ്ക്ക് കയ്പ്പ് കുറഞ്ഞാൽ നമ്മളെല്ലാവരും തന്നെ പാവയ്ക്ക കഴിക്കും. അപ്പം ഈ കയ്പ്പ് കുറയാനുള്ള ചെറിയ ചെറിയ കുറച്ച് പൊടിക്കൈകൾ ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തേതെന്ന് പറഞ്ഞാൽ നമ്മുടെ പാവയ്ക്ക ഇങ്ങനെ ചെറിയ ചെറിയ മുള്ളു പോലെ ഇങ്ങനെ വരുത്തം പോലെ ഉണ്ടല്ലോ, അത് നമ്മൾ ചെറുതായിട്ടൊന്ന് പീൽ ചെയ്ത് കളയുക. പീൽ ചെയ്ത് കളഞ്ഞതിന് ശേഷം അത് നന്നായിട്ട് കഴുകി കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തിട്ട് സൂര്യപ്രകാശത്തിൽ നല്ല വെയിലത്ത് വെച്ച് 1-2 മണിക്കൂർ അതിൻ്റെ വെള്ളം വലിഞ്ഞു പോകാൻ വേണ്ട രീതിയിൽ മാത്രം ഒന്ന് വാട്ടിയെടുക്കുക. വാട്ടിയെടുത്തിട്ട് കറി വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇതിൻ്റെ കയ്പ്പ് രസം മാറിക്കിട്ടും. രണ്ടാമത്തേതെന്ന് പറയുന്നത്, നമ്മൾ പാവയ്ക്ക നമുക്ക് കറി വയ്ക്കാനാണെങ്കിലും തോരൻ വയ്ക്കാനാണെങ്കിലും അത് അരിഞ്ഞെടുത്തതിന് ശേഷം ഉപ്പ് കൂട്ടി തിരുമ്മുക. ഉപ്പ് കൂട്ടി തിരുമ്മിയതിന് ശേഷം ഒരു 20-30 മിനിറ്റ് അത് അങ്ങനെ തന്നെ വെച്ചേക്കുക. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു കയ്പ്പ് രസമുള്ള നീര് ഊറി താഴത്തേക്ക് ഇറങ്ങി വരുന്നതാണ്. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഒന്ന് കഴുകിയെടുത്തിട്ട് അത് ഉപയോഗിക്കാം. അതിൻ്റെ കൂടെ അപ്പോൾ ഒരു പരിധി വരെയൊക്കെ നമുക്കതിൻ്റെ കയ്പ്പ് രസം കളഞ്ഞിട്ട് നമുക്ക് കറി വയ്ക്കാനായിട്ട് പറ്റും. മൂന്നാമത്തെ ഒരു പൊടിക്കൈ എന്ന് പറയുന്നത്, നമ്മൾ പാവയ്ക്ക മുറിച്ചതിന് ശേഷം അതിനകത്തുള്ള ആ കുഞ്ഞു കുരുക്കളൊക്കെ ഉണ്ടല്ലോ, ചിലരൊക്കെ തോരൻ വയ്ക്കാനും മെഴുക്കോട്ട് വയ്ക്കാനൊക്കെ അങ്ങനെ തന്നെ അരിഞ്ഞിടാറുണ്ട്. മൂക്കാത്തതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കായൊന്നും അങ്ങനെ ആ കുരുവൊന്നും അങ്ങനെ കളയാറില്ലായിരുന്നു തന്നെ. നമ്മുടെ അമ്മമാരൊന്നും അങ്ങനെ കളയാറില്ല, ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ട് അങ്ങനെ അങ്ങ് ഉപയോഗിക്കാറാണ് പതിവ്. അപ്പോൾ ആ അകത്തുള്ള കുരുവും അതേപോലെ തന്നെ ആ ഒരു വെള്ള പാടയും അകത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന സൈഡിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന പാടയൊക്കെ സ്പൂൺ കൊണ്ട് നന്നായിട്ട് എടുത്ത് കോരി കളയുക. അത് നമ്മുടെ കയ്പ്പ് രസം കൂട്ടുന്നതിനുള്ളൊരു പ്രധാന കാരണം ആ വെള്ളപ്പാടയൊക്കെയാണ്. അപ്പോൾ അത് കളഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഒരു പരിധി വരെ പാവയ്ക്കയുടെ കയ്പ്പ് കുറയ്ക്കാൻ പറ്റും. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പാവയ്ക്ക അരിഞ്ഞ് കഷ്ണങ്ങളാക്കിയതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് തിരുമ്മി വയ്ക്കുക. കുറച്ച് സമയം ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് ഒക്കെ വെച്ചതിന് ശേഷം അത് നന്നായിട്ട് കഴുകിയെടുക്കുക. കഴുകിയെടുത്തിട്ട് നമ്മൾ കറിയാണോ അല്ലെങ്കിൽ തോരനാണോ വയ്ക്കുന്നത് അതിനായിട്ട് ഉപയോഗിക്കാം. പിന്നെയുള്ളൊരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പാകം ചെയ്യുന്നതിന്, നമ്മൾ കറി ഉണ്ടാക്കുന്നതിന് അല്ലെങ്കിൽ തോരൻ വയ്ക്കുന്നതിന് മുമ്പായിട്ട് പാവയ്ക്ക അരിഞ്ഞതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് നാരങ്ങാനീര് ചേർത്ത് കുറച്ച് സമയം വെച്ചേക്കുക. അതിനുശേഷം നമുക്ക് കഴുകി ഉപയോഗിക്കാൻ പറ്റും. കാരണം ആ ഒരു അസിഡിറ്റി, അതിൻ്റെ ആ ഒരു പുളിപ്പ്, നാരങ്ങയുടെ ഒരു പുളിപ്പ് വരുമ്പോഴത്തേക്കും ആ പാവയ്ക്കയുടെ കയ്പ്പ് കുറയാനായിട്ട് സഹായിക്കും. പിന്നെയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പുളിവെള്ളം ഇല്ലേ, പുളിയൊക്കെ വാളംപുളിയൊക്കെ എടുത്ത് വെച്ച വെള്ളം, അതേപോലെ തന്നെ തൈരോ യോഗട്ടോ പിന്നെ വിനാഗിരി, ഇങ്ങനെയുള്ള സാധനത്തിലൊക്കെ നമ്മൾ ഒരു 30 മിനിറ്റ് മുതൽ 30 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെയൊക്കെ ഒന്ന് മുക്കി വയ്ക്കുക. ഇത് അരിഞ്ഞിട്ട് ആ വെള്ളത്തിൽ മുക്കി വയ്ക്കുക. അത് കഴിഞ്ഞതിന് ശേഷം അതെടുത്ത് കഴുകിയെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ കയ്പ്പ് രസം ഒരു മാക്സിമം എനിക്ക് തോന്നുന്നു ഒരു 70-80% മാറിക്കിട്ടും. എന്നിട്ട് നമുക്കത് കഴുകി നല്ല ശുദ്ധജലത്തിൽ കഴുകിയെടുത്ത് കറി വയ്ക്കാൻ പറ്റും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ആ ഒരു കയ്പ്പ്, പാവയ്ക്കയുടെ കയ്പ്പ് നമുക്ക് കുറഞ്ഞിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറികൾ ഉണ്ടാക്കാൻ പറ്റും. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മൾ പാവയ്ക്ക കൊത്തി എറിഞ്ഞൊക്കെ തോരൻ വയ്ക്കില്ലേ, തോരൻ വയ്ക്കുമ്പോഴത്തേക്കും അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒരു പാവയ്ക്കാണ് എടുക്കുന്നതിന് അതിലേറെ സവാള ചേർക്കുക. സവാള പാവയ്ക്ക കൊത്തി എറിഞ്ഞ് ചേർക്കുന്നതിനോടൊപ്പം സവാള ചേർക്കുക, തേങ്ങയും നന്നായിട്ട് ചിരകി ചേർക്കുക, പച്ചമുളക് ചേർക്കുക, പിന്നെ ഉപ്പും ചേർക്കുക. ഒന്നും നന്നായിട്ട് ഞെരടി മിക്സ് ചെയ്ത് കുറച്ച് സമയം വെച്ചേക്കുക. അതിനുശേഷം കടുക് പൊട്ടിച്ചിട്ടിട്ട് പാവയ്ക്ക തോരൻ വെച്ച് കൂട്ടുക. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന തോരനിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുറച്ചും കൂടെ കയ്പ്പ് കുറഞ്ഞ്, നമ്മൾ അത്ര കയ്പ്പ് ഫീൽ ചെയ്യില്ല നമ്മൾ അങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോഴത്തേക്കും. കാരണം അതിനേക്കാൾ കൂടുതലേറെ സവാള ചേർക്കുമ്പോഴത്തേനും പാവയ്ക്കയുടെ കയ്പ്പ് കുറഞ്ഞു കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്കും വലിയവർക്കും പാവയ്ക്ക കഴിക്കാൻ ഇഷ്ടമാണ്. പക്ഷേ അതിൻ്റെ കയ്പ്പ് കൊണ്ട് മാത്രം കഴിക്കാത്ത കുറേ ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ളവർക്കൊക്കെ കൊടുക്കാം. എന്തായാലും നിങ്ങൾ ഈ ഒരു ടിപ്പ്, ചെറിയ ചെറിയ പൊടിക്കൈകളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് പറയുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.